മലപ്പുറം ജില്ലയിൽ ഈ വർഷം പ്രവർത്തനം ആരംഭിച്ചത് 7 മിനി IT പാർക്കുകൾ. കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിലാണ് ടാൽഡ്രോപ്പിന്റെ 7ാമത്തെ വില്ലേജ് പാർക്ക് പ്രവർത്തനം ആരംഭിച്ചത്. ഇതോടെ അഡ്വാൻസ്ഡ് ടെക്നോളജിയും അനവധി സംരംഭങ്ങളും നിരവധി തൊഴിലവസരങ്ങളും കൽപ്പകഞ്ചേരി പഞ്ചായത്തിലേക്ക് എത്തും. തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ വില്ലേജ് പാർക്ക് നാടിന് സമർപ്പിച്ചു. വില്ലേജ് പാർക്ക് എന്ന ആശയം സൂചിപ്പിച്ച് നമ്മുടെ പഞ്ചായത്തിൽ കൽപ്പകഞ്ചേരി പഞ്ചായത്തിന്റെ തുടക്കം കുറിക്കുന്ന ഒരു വേളയിലാണ്. ഇത് മലപ്പുറത്തിലെ 9ാമത്തേത്, കേരള സംസ്ഥാനത്ത് 37ാമത്തേത്. സംസ്ഥാനത്തെ 1064 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായി മിനി IT പാർക്കുകൾക്ക് സമാനമായ 1064 വില്ലേജ് പാർക്കുകൾ ഉൾപ്പെടെ സജ്ജമാക്കി ഗൂഗിളും മൈക്രോസോഫ്റ്റും ആപ്പിളും ആമസോണും പോലുള്ള ആഗോള കമ്പനികൾ ആസ്ഥാനമായി തിരഞ്ഞെടുത്ത അമേരിക്കയിലെ സിലിക്കൺ വാലിയുടെ മാതൃകയിൽ ഒരു ഇക്കോസിസ്റ്റം കേരളത്തിൽ വികസിപ്പിച്ചെടുക്കുകയാണ് ടാൽഡ്രോപ്പ്. ഇതിന്റെ ഭാഗമായാണ് കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ വില്ലേജ് പാർക്ക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. അന്തർദേശീയ നിലവാരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആധുനിക സൗകര്യങ്ങളോടെയുള്ള വർക്ക് സ്പേസ്, നിരവധി IT പ്രൊഫഷണലുകളുടെയും സംരംഭകരുടെയും സാന്നിധ്യം തുടങ്ങിയവയാണ് വില്ലേജ് പാർക്കിന്റെ മറ്റ് സവിശേഷതകൾ. വില്ലേജ് പാർക്കിലൂടെ അഡ്വാൻസ്ഡ് ടെക്നോളജിയും ഇന്നവേറ്റീവ് എഡ്യൂക്കേഷനും അനവധി സംരംഭങ്ങളുമെല്ലാം കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിലേക്ക് എത്തും. ചെറുകിട സംരംഭങ്ങൾക്ക് ആഗോള നിലവാരത്തിലേക്ക് ഉയർന്നതിനുള്ള അവസരങ്ങൾ വില്ലേജ് പാർക്കുകൾ വഴി ലഭ്യമാകും. ടെക്നോളജി നിയന്ത്രിത ലോകത്തേക്ക് ഗ്രാമപഞ്ചായത്തിനെ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി സമ്പൂർണ്ണ ഡിജിറ്റൽ ലിറ്ററസി ഉൾപ്പെടെ ലക്ഷ്യമിട്ടുള്ള അനവധി ക്യാമ്പയിനുകളും വില്ലേജ് പാർക്ക് കേന്ദ്രീകരിച്ച് നടക്കും. അനവധി സംരംഭങ്ങൾ എത്തുന്നതോടെ നിരവധി തൊഴിലവസരങ്ങളും പഞ്ചായത്തിൽ സൃഷ്ടിക്കപ്പെടും എന്നും ടാൽഡ്രോപ്പ് co-founder and CEO സഫീർ നജ്മുദ്ദീൻ പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ തിരൂർ നിയോജക മണ്ഡലത്തിൽ കൽപ്പകഞ്ചേരി പഞ്ചായത്തിൽ ടാൽഡ്രോപ്പിന്റെ മറ്റൊരു വില്ലേജ് പാർക്ക് കൂടി യാഥാർത്ഥ്യമായിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ഒരുപാട് ടാലന്റുകൾ, നമ്മുടെ നാട്ടിൽ വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ടാലന്റുകൾ, അവർക്ക് പക്ഷെ ഒരു അനുകൂല ആവാസ വ്യവസ്ഥ ഇല്ലാത്തത് കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ യൂത്തിന് അൺഎംപ്ലോയ്മെന്റ് ഒക്കെ സോൾവ് ചെയ്യണമെങ്കിൽ ആമസോണും ഫേസ്ബുക്കും ഉള്ള സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കപ്പെടണം. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകത്തെ 193 രാജ്യങ്ങളുടെയും ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യാൻ നമ്മുടെ ഗ്രാമത്തെ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഇതിന് നമുക്ക് കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് ഒരു കരിയർ കണ്ടെത്താനും അവർക്ക് ടെക്നോളജി കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാനും ലോകത്തിന്റെ സാധ്യതകൾക്കനുസരിച്ചിട്ട് സ്റ്റാർട്ടപ്പുകളും ബിസിനസ്സുകളും ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് നമ്മുടെ നാട്ടിൽ രൂപപ്പെടുത്തണം. ഇത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു കമ്മ്യൂണിറ്റി സ്പേസായി, ഒരു ടെക്നോളജി സ്പേസായി, ഒരു എഡ്യൂക്കേഷൻ സ്പേസായി, ഒരു സ്റ്റാർട്ടപ്പ് സ്പേസായി, ഒരു ഓണ്ടർപ്രണർഷിപ്പ് സ്പേസായിട്ട് നമ്മുടെ വില്ലേജ് പാർക്ക് കൽപ്പകഞ്ചേരി പഞ്ചായത്തിൽ യാഥാർത്ഥ്യമായിരിക്കുന്നത്. കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിനെ സിലിക്കൺ വാലി മോഡൽ കേരളത്തിന്റെ ഭാഗമാക്കുന്ന സിലിക്കൺ വാലി മോഡൽ കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിൽ നിന്നും ടെക്നോളജിയിൽ മിടുക്കരായ ഒരു കുട്ടിയെ വീതം കണ്ടെത്തി ക്രിയേറ്റർമാരാക്കുന്ന സൗജന്യ വിദ്യാഭ്യാസ പദ്ധതിയായ വൺ ക്രിയേറ്റർ ഫ്രം വൺ വാർഡ്, വനിതാ ശാക്തീകരണ പദ്ധതി, പിങ്ക് കോഡേഴ്സ് തുടങ്ങിയ പ്രോജക്ടുകളുടെ ലോഞ്ചും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്നു. സിലിക്കൺ വാലി മോഡൽ കൽപ്പകഞ്ചേരി പ്രോജക്ടിന്റെ ഇൻഫ്രാസ്ട്രക്ചർ പാർട്ണർ അലി ഹാജിയെ ചടങ്ങിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP വഹീദ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജുബൈരിയ CP, മാനു ഹാജി കല്ലിയത്ത്, CPM ഏരിയ കമ്മിറ്റി അംഗം കോട്ടയിൽ ഷാജി, കോൺഗ്രസ് കൽപ്പകഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് രാമചന്ദ്രൻ നെല്ലിക്കുന്ന്, BJP മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് സത്താർ ഹാജി കല്ലിയത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. മലപ്പുറം ജില്ലയിലെ തൃപ്പങ്ങോട്, ആലിപ്പറമ്പ്, കൊണ്ടോട്ടി, പുലാമാന്തോൾ, ചോക്കാട്, കാവനൂർ പഞ്ചായത്തുകളിൽ നിലവിൽ വില്ലേജ് പാർക്കുകൾ പ്രവർത്തിച്ചു വരുന്നു. കെട്ടിട ഉടമകൾക്ക് വില്ലേജ് പാർക്കുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ പാർട്ണറാവുന്നതോടെ മികച്ച വരുമാനം നേടുന്നതിനും തങ്ങളുടെ പ്രദേശത്തേക്ക് അഡ്വാൻസ്ഡ് ടെക്നോളജിയും അനവധി സംരംഭങ്ങളും നിരവധി തൊഴിലവസരങ്ങളും എല്ലാം എത്തിക്കുവാൻ കഴിയും. കൂടുതൽ അറിയുന്നതിന് സംസ്ഥാനത്തിന്റെ ഏത് ഭാഗത്തുമുള്ള കെട്ടിട ഉടമകൾക്കും ഈ നമ്പറുകളിൽ ബന്ധപ്പെടാം എന്ന് ടാൽഡ്രോപ്പ് അറിയിച്ചു. കൗമുദി TV, മലപ്പുറം.